Hi everyone, welcome back to a new lesson. My name is Binu. Friends, in this video we are going to learn how to make positive sentences in the future continuous tense. And it is quite easy to make sentences in the future continuous. So let's begin. അതെ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ പാഠഭാഗത്ത് നാം ചർച്ച ചെയ്ത് പരിശീലിക്കാൻ പോകുന്നത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ എങ്ങനെ പോസിറ്റീവ് സെന്റൻസുകൾ ഉണ്ടാക്കാം എന്നതാണ്. ഇവിടെ ഫ്യൂച്ചർ കണ്ടിന്യൂസ് എപ്പോൾ എങ്ങനെ എന്നൊന്ന് മനസ്സിലാക്കാം. സോ പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. Future continuous tense is used to express an action which will be in progress at a particular time in the future എന്നാണ്. അതായത് ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടെ പറയുന്നു, ഭാവിയിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ സ്ട്രക്ചർ കൂടെ ഒന്ന് മനസ്സിലാക്കാം. എന്താണ് അതിൻ്റെ സ്ട്രക്ചർ? ഇവിടെ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാറ്റേൺ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് വേർബ് പ്ലസ് ING അഥവാ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഓക്കെ, അത് പ്രത്യേകം മനസ്സിൽ വെക്കുക. ഇനി ഏതെല്ലാം സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമുക്ക് വിൽ ബി ഉപയോഗിക്കാൻ പറ്റുന്നത് എന്ന് നോക്കാം. ഇവിടെ യാതൊരുവിധ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. സബ്ജക്റ്റ് സിംഗുലർ വന്നു കഴിഞ്ഞാലും പ്ലൂറൽ വന്നു കഴിഞ്ഞാലും നമുക്ക് വിൽ ബി പ്ലസ് ING വെച്ചുകൊണ്ട് ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ വിൽ ബി, യു വിൽ ബി, ദേ വിൽ ബി, വി വിൽ ബി, ഹി വിൽ ബി, ഷീ വിൽ ബി, ഇറ്റ് വിൽ ബി, രവി വിൽ ബി. അതിൻ്റെ കൂടെ നിർബന്ധമായിട്ടും ING ഫോം ഓഫ് ദി വേർബ് ആഡ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നമുക്കിനി ധാരാളം എക്സാമ്പിൾസിലൂടെ പോകാം. ലെറ്റ് മീ റൈറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. ഒരു കാര്യം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അതായത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് മിക്കപ്പോഴും നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രയോഗം മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ ലെറ്റ് മീ റൈറ്റ് ലൈക്ക് ദിസ്. The first two. Don't call me at 5 p.m. tomorrow. 5 p.m. tomorrow. I will be preparing for my exam then. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഈ ഒരു എക്സാമ്പിൾ തന്നെ നമുക്ക് ഏത് സന്ദർഭങ്ങളിലാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഉപയോഗിക്കാവുന്നത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. അതൊന്നുകൂടെ നിങ്ങൾക്കൊന്ന് വിശദീകരിച്ചു തരാം. ഡോണ്ട് കോൾ മീ അറ്റ് 5 p.m. tomorrow. നാളെ 5 മണിക്ക് എന്നെ വിളിക്കരുത്. എന്താണ്? ഐ വിൽ ബി പ്രിപ്പയറിംഗ് ഫോർ മൈ എക്സാം ദെൻ. അപ്പോൾ ഞാൻ എൻ്റെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായല്ലോ? പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി തുടർന്നുകൊണ്ടിരിക്കും എന്ന് സൂചിപ്പിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സെൻറ്റൻസ് ഈ ഭാഗം മുതലാണ്. ആദ്യം വന്നിരിക്കുന്നത് എന്താണ്? സബ്ജക്റ്റ്. ഓക്കെ, പിന്നീട് നമ്മൾ എന്ത് കൂട്ടിച്ചേർത്തു? വിൽ ബി. ഈ വിൽ ബി ഉപയോഗിച്ചുകൊണ്ടാണല്ലോ നമ്മൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ എന്ത് വേണം? ING ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടെ തരുമ്പോൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പ്ലീസ് ലുക്ക് അറ്റ് ദ ബോർഡ്. വാട്ട് വിൽ യു ബി ഡൂയിങ്? വാട്ട് വിൽ യു ബി ഡൂയിങ് at 7 o'clock tomorrow morning? ചോദിച്ചല്ലോ അല്ലേ? വാട്ട് വിൽ യു ബി ഡൂയിങ് അറ്റ് 7 o'clock tomorrow morning? നാളെ 7 മണിക്ക് നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന്. ആക്ഷൻ തുടങ്ങിയിട്ടില്ല, പക്ഷേ നമ്മൾ ഒരു ഗസ് ചെയ്യുകയാണ് അല്ലേ, അനുമാനിക്കുകയാണ്. നിങ്ങൾ 7 മണിയാകുമ്പം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് അതിൻ്റെ ആൻസറായിട്ട്. ഐ വിൽ ബി
taking bath. I will be taking bath then. അപ്പോൾ ഞാൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? കുളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനിയും ധാരാളം സെൻറ്റൻസുകൾ പരിചയപ്പെട്ടു. Let me rub it off. The next example. At this time tomorrow, I will be writing my exam. നോക്കൂ, നാളെ ഈ സമയത്ത് ഞാൻ എൻ്റെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? Then the next example. At this time tomorrow, she will be. ഏത് സബ്ജക്റ്റിൻ്റെ കൂടെയും നമുക്ക് will be plus ing ചേർക്കാം. She will be driving a car. നാളെ ഈ സമയത്ത് അവൾ ഒരു കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, let me give you the next example. It will be raining. It will be raining at this time tomorrow. At this time tomorrow. എന്താണ് അർത്ഥം? നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സബ്ജക്റ്റ് ഏത് വന്നു കഴിഞ്ഞാലും ഞാൻ പറഞ്ഞു കഴിഞ്ഞു വിൽ ബി പ്ലസ് ing ഉപയോഗിക്കാം അല്ലേ? ഇനി മറ്റൊരു കാര്യം കൂടെ, ഇതിലെ ടൈം റെഫറൻസ് കൂടെ നമുക്ക് മനസ്സിലാക്കാം. അറ്റ് ദിസ് ടൈം ടുമാറോ എന്ന് പറയുന്നതിലെ, അല്ലെങ്കിൽ ടുഡേ ഈവനിങ്, ടുമാറോ മോർണിംഗ്, അറ്റ് 5 o'clock എന്ന് ടൈം റെഫറൻസ് കൂടെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. നോക്കാം ദ നെക്സ്റ്റ് എക്സാം. നിങ്ങളെല്ലാവരും അത്യധികം ഉത്സാഹത്തോടുകൂടെയും താല്പര്യത്തോടുകൂടെയും പരിശീലിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. തുടർന്നു കൊണ്ടേയിരിക്കുക കേട്ടോ. ദ നെക്സ്റ്റ് വൺ, ഷീ വിൽ ബി cooking dinner. She will be cooking dinner at 7 p.m. നോക്കൂ, എന്താണ് ഇതിൻ്റെ അർത്ഥം? 7 മണിക്ക് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ഡിന്നറ് പാചകം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഷീ സബ്ജക്റ്റ്, then will be plus ing. The next one, they will be watching TV. When you reach home. നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? അവർ TV കണ്ടുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഓക്കെ, ഇവയൊക്കെ നടക്കുന്നത് ഫ്യൂച്ചറിലാണ്. ഫ്യൂച്ചറിൽ നടന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും, പറഞ്ഞുകൊണ്ടേയിരിക്കും, വായിച്ചുകൊണ്ടേയിരിക്കും എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരം ടെൻസ് ഉപയോഗിക്കുന്നത്. 1-2 എക്സാമ്പിൾ കൂടെ നോക്കാം. Let me write. I will be teaching English at this time tomorrow. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, we will be cleaning the rooms
this afternoon. ഉച്ചയ്ക്ക് ശേഷം അല്ലേ, ദിസ് ആഫ്റ്റർനൂൺ. ഉച്ചയ്ക്ക് ഞങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? റൂം ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയായിരിക്കും. ഓക്കെ, സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ing. Then the next one, she will be doing her homework at 6 PM. 6 മണിക്ക് അവൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും? ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ നിങ്ങൾക്ക് തന്നെ ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ടൈം റെഫറൻസ് ഒന്നും ഇല്ലാതെ നമുക്കൊന്ന് ഈസി ആയിട്ട് പറഞ്ഞു നോക്കാം. പ്ലീസ് റിപ്പീറ്റ് ആഫ്റ്റർ. I'll be washing my clothes. She will be cooking. They will be playing cricket. I will be driving my car. They will be celebrating New Year. ഇങ്ങനെ നിങ്ങളും ധാരാളം സെൻറ്റൻസുകൾ പരിശീലിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. If you like this class, please do not forget to give me a thumbs up. And if you haven't subscribed our channel, please do it right now. I will be back soon with another lesson. Till then, bye.